നമ്മൾ ഏത് തരം ബുക്കാണ് വായിക്കുന്നത്, ആ ബുക്കിന്റെ ജോണർ നോക്കിയിട്ട് നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ടേ. അപ്പം ഞാൻ ഏകദേശം ഒരു 8th പഠിക്കുന്ന സമയത്താണ് ഞാൻ മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ ഞാൻ വായിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ലൈബ്രറിയനായിട്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ബുക്ക് എഴുതണമെന്നുണ്ട്, നമുക്ക് ഈ രജിസ്റ്ററിനകത്ത് നമ്മളിത് വാങ്ങിക്കുന്ന ഡേറ്റും സൈൻ നോക്കിയിടണമല്ലോ. അപ്പം അദ്ദേഹം എന്നോട്, ആ മേഡം എന്നോട് ചോദിച്ചു, ഈ ഒരു പ്രായത്തിൽ കുട്ടി വായിക്കേണ്ട ബുക്കാണോ ഇത്? അപ്പൊ ഐ വാസ് ലൈക്ക്, എന്റെ വീട്ടിൽ ആരും പറഞ്ഞിട്ടില്ല ഇന്ന ബുക്ക് മോശമാണ്. അപ്പൊ വീട്ടിൽ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മാധവിക്കുട്ടിയുടെ ബുക്കുകളെല്ലാം ഭയങ്കര രസമായിരുന്നു. അപ്പൊ കുഞ്ഞുനാളിലെ വായന എന്നൊരു സാധനം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടൊരു എഴുത്തുകാരിയായിരുന്നു മാധവിക്കുട്ടി. അപ്പൊ ഞാൻ വിചാരിക്കും, എന്തുകൊണ്ട് ഇത് വായിച്ചിട്ട് ഇവർ എന്താണ് ഈ പറയുന്നത്? അപ്പം എനിക്കറിയില്ല, ഈ ഒരു പ്രായത്തിൽ വായിക്കേണ്ടത് ബാലരമ പോലെയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്നോട് ബാലരമ പോലെയുള്ള ബുക്കുകളാണ്, ഇങ്ങനെയുള്ള ബുക്കുകളൊന്നും വായിച്ചുകൂടാ എന്നുള്ളതൊക്കെ ഇവരെന്നോട് പറഞ്ഞു. വായിച്ചു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഇവരെന്തുകൊണ്ടാണ് അത് പറയുന്നത്. കാരണം സൊസൈറ്റി കുറച്ച് റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് നമ്മുടെ മണ്ടിലിട്ട് വെച്ചങ്ങ് ചുമത്തി വെക്കും. കാരണം ഇന്ന പ്രായത്തിലുള്ളവർ ഇന്നതേ വായിക്കാവുള്ളൂ, ഇന്ന പ്രായത്തിലുള്ളവർ ഇന്നതേ വായിക്കാവുള്ളൂ.